ദിവ്യപാദം പുൽകിടാൻ തരുവരം വിഭോ. ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പു നിൻ പദം. യേശുവിന്റെ വചന സത്ത ഉൾക്കൊണ്ടിടാൻ യേശുവിന്റെ ദിവ്യ ദൗത്യം പാരിലേകുവാൻ യേശുവിന്റെ ധീരസേനയായി വളർന്നിടാൻ യേശുവിന്റെ പാത തേടി മുന്നേറിടാൻ വരുന്നിതാ വരുന്നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുതർ. വചനദൂതുഭൂതലെ പരന്നൊഴുക്കിടാൻ വചനഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ വചനഗ്രന്ഥവും വഹിച്ചു വന്നടഞ്ഞിടാൻ വചനമാർന്ന യേശുവേ കനിഞ്ഞിടണമേ. ചൊരിഞ്ഞിടൂ ചൊരിഞ്ഞിടൂ വചന സാക്ഷ്യമേകിടുവാൻ നൽവര. ദൈവം എന്റെ പിതാവാണ്, എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെയും ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. പ്രാർത്ഥന. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ. സഭാമാതാവിനോട് ചേർന്നു നിന്ന് സദ്ഗുരുവായ യേശുവിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള വായന. 2-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസവും പ്രവൃത്തിയും. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുമുണ്ട്. പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എന്റെ പ്രവർത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. സഭാവാർത്തകൾ. നമസ്കാരം. സഭാവാർത്തകളിലേക്ക് സ്വാഗതം. നേടിയതല്ല നൽകിയതാണ് ജീവിത വിജയത്തിന് മാനദണ്ഡം. ഫ്രാൻസിസ് മാർപ്പാപ്പ. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകടക്കരുത്. KCBC. സ്റ്റാൻ സ്വാമി മാവോയിസ്റ്റ് രക്തസാക്ഷിയോ പുസ്തകം പ്രകാശനം ചെയ്തു. സ്നേഹം ജാതിമത ദേശകാലങ്ങൾക്ക് അതീതം. പ്രൊഫസർ M. ലീലാവതി.
ചാവറ കൾച്ചറൽ സെന്റർ സുവർണ ജൂബിലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സിൽച്ചാർ മിഷന്റെ 2ാം വാർഷികം. വത്തിക്കാൻ സിറ്റി ഭരണകൂടത്തിലെ ഉന്നത പദവിയിലേക്ക് അൽമായന് സാധ്യത. വാർത്തകൾ വിശദമായി. ദൈവദൃഷ്ടിയിൽ നമ്മുടെ ജീവിത വിജയത്തിന് മാനദണ്ഡമാകുന്നത് എന്ത് നേടി എന്നല്ല, മറിച്ച് എന്ത് നൽകി എന്നതാണ്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ആൾ അവസാനത്തെ ആളും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞു. വലിയ പദവിയോ ചെയ്യുന്ന ജോലിയോ ബാങ്കിലുള്ള പണമോ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ മൂല്യത്തെ ആസ്പദമാക്കുന്നത്, നൽകിയ സേവനമാണ്. ത്രികാല ജപം ചൊല്ലിക്കഴിഞ്ഞുള്ള സന്ദേശത്തിൽ പ്രാപ്പ വ്യക്തമാക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും കൂദാശകളെയും പൗരോഹിത്യത്തെയും അവഹേളിക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി. മതവിശ്വാസത്തെയും മതബിംബങ്ങളെയും അവഹേളിക്കുന്നതും അവമതിക്കുന്നതുമായ സംസ്കാര സമ്പന്നമായ സമൂഹത്തിന് ചേർന്നതല്ല. കല, മാധ്യമ, സാഹിത്യ രംഗങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്നതിന്റെ KCBC ആശങ്ക പ്രകടിപ്പിച്ചു. ആദിവാസി മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ഫാദർ സ്റ്റാൻ സ്വാമി മാവോയിസ്റ്റോ രക്തസാക്ഷിയോ എന്ന പുസ്തകം ഈശോസഭ വൈദികനായ ഫാദർ പ്രകാശ് ലൂയിസ് ആണ് എഴുതിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഫാദർ ലൂയിസ്. മനുഷ്യരുടെ സ്നേഹബന്ധങ്ങൾക്ക് തടയിടാൻ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് കഴിയില്ലെന്ന് സാഹിത്യകാരി പ്രൊഫസർ M. ലീലാവതി. മനുഷ്യരുടെ വേദനകളും അനുദിന ബുദ്ധിമുട്ടുകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നല്ല സ്നേഹബന്ധങ്ങൾ മാത്രമേ സ്വാതന്ത്ര്യമാകൂ. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ച യേശുദേവൻ ത്രിനിധമാനസരുടെ സഹയാത്രികനാണ്. തന്റെ പ്രിയ ശിഷ്യ റോസി ആന്റണിയുടെ മകൻ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് രചിച്ച കെസ്കിനോസിസ് പ്രകാശനം ചെയ്യുകയായിരുന്നു പ്രൊഫസർ ലീലാവതി. സഹസ്യാനുകൾക്കും സന്ധ്യാസത്പുര പർവ്വതനിരകൾക്കും അപ്പുറം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് സുവിശേഷ ദീപവുമായി ഇരിഞ്ഞാലക്കുട രൂപത കടന്നുവന്ന ചരിത്ര നിമിഷമായിരുന്നു 2019 സിൽച്ചാർ മിഷന്റെ തുടക്കം. ആസാമിലെ സിൽച്ചാർ ആണ് മിഷന്റെ ആസ്ഥാനം. മിഷന്റെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ട്രസ്റ്റുകളും സൊസൈറ്റികളും ഈ വർഷം നിലവിൽ വന്നു. ചാവറ കൾച്ചറൽ സെന്റർ സുവർണ ജൂബിലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, സൗഹാർദ്ദ പ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിടുന്ന ചാവറ സാംസ്കാരിക കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി കർമ്മ പരിപാടികൾക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വത്തിക്കാൻ കാര്യാലയത്തിന്റെ മേധാവിയായും വത്തിക്കാൻ ഖജനാവിന്റെ സെക്രട്ടറിയായും ആദ്യമായി അൽമായരെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ സിറ്റി ഭരണകൂടത്തിന്റെ ഉന്നത പദവിയിലേക്ക് അൽമായരെ നിയോഗിച്ചേക്കുമെന്ന് അഭ്യൂഹം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് മിഷൻ ഞായറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഒക്ടോബർ മാസത്തെ അവസാനത്തേതിന് മുമ്പിലത്തെ ഞായറാഴ്ചയാണ് മിഷൻ ഞായറായി നാം ആഘോഷിക്കുന്നത്. ഈ വർഷം 2021 ഒക്ടോബർ 24-നാണ് മിഷൻ ഞായർ. 1926-ൽ 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് മിഷൻ ഞായർ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഒരു മിഷണറി ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് മറ്റു രാജ്യങ്ങളിൽ പോയി പ്രേക്ഷിത വേല ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മുടെ ഈ ചിന്താഗതിക്ക് മാറ്റം വരുത്താനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 24 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ, അതും 10 വർഷത്തോളം കോൺവെന്റിന്റെ ചുവരുകൾക്കുള്ളിൽ ജീവിച്ച പുണ്യവതിക്ക് മിഷണറിമാരുടെ മധ്യസ്ഥയാവാൻ കഴിഞ്ഞത് തന്റെ സഹനങ്ങളും പ്രാർത്ഥനകളും ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിച്ച് അവരെ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയതിനാലാണ്. മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മിഷണറി ആവാനുള്ള വിളി അഥവാ ഉത്തരവാദിത്വം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവും പ്രാർത്ഥനയും സഹനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കുമ്പോൾ നാമും മിഷണറിമാരാകുന്നു. 2021 മിഷൻ ഞായറിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാം വാക്യമാണ്. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുവാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ധാരാളം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എപ്പോഴും നാം സഹായിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി തിരിച്ചു തരുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ്. നന്ദി, നമസ്കാരം. അതും 10 വർഷത്തോളം കോൺവെന്റിന്റെ ചുവരുകൾക്കുള്ളിൽ ജീവിച്ച പുണ്യവതിക്ക് മിഷണറിമാരുടെ മധ്യസ്ഥയാവാൻ കഴിഞ്ഞത് തന്റെ സഹനങ്ങളും പ്രാർത്ഥനകളും ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിച്ച് അവരെ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയതിനാലാണ്. മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മിഷണറി ആവാനുള്ള വിളി അഥവാ ഉത്തരവാദിത്വം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവും പ്രാർത്ഥനയും സഹനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കുമ്പോൾ നാമും മിഷണറിമാരാകുന്നു. 2021 മിഷൻ ഞായറിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാം വാക്യമാണ്. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുവാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ധാരാളം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ.
എപ്പോഴും നാം സഹായിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി തിരിച്ചു തരുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ്. നന്ദി, നമസ്കാരം. മാമോദീസായിൽ ലഭിച്ച ദൈവിക ജീവനിലും വിശുദ്ധിയിലും നിലനിന്ന് ഈശോയോട് അനുരൂപപ്പെട്ട് ക്രൈസ്തവ പൂർണ്ണതയിലെത്താനാണ് എല്ലാ ക്രൈസ്തവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ഗൗരവമായ പാപം ചെയ്യാതെ ജീവിതകാലം മുഴുവൻ ദൈവകൃപയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് പ്രത്യേകമായ ദൈവാനുഗ്രഹമാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അൽഫോൻസ തുടങ്ങിയവർ മാമോദീസായിലെ പ്രസാദവരത്തിൽ സ്ഥിരതയോടെ നിന്ന് വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്തിയവരാണ്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങിയവർ ആദ്യഘട്ടത്തിൽ പാപകരമായ ജീവിതം നയിച്ചിരുന്നവരാണ്. പിന്നീട് അവർക്ക് തങ്ങളുടെ പാപാവസ്ഥ ബോധ്യപ്പെടുകയും പശ്ചാത്തപിക്കുകയും ആഴമാർന്ന മാനസാന്തരത്തിലൂടെ പാപത്തിൻ്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു. ആദ്യം തന്നെ മൂലപാപങ്ങളിൽ അഹങ്കാരം എന്ന പാപത്തെക്കുറിച്ചും അസൂയ എന്ന പാപത്തെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പാപങ്ങളുടെയും മൂലകാരണം അഹങ്കാരമാണെന്ന് വിശുദ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനെതിരെ ശീലിക്കേണ്ട സുകൃതമാണ് എളിമ. പുണ്യത്തിലും വിശുദ്ധിയിലും വളരുന്നതിന് വേണ്ട അടിസ്ഥാന സുകൃതം എളിമയാണ്. താൻ മറ്റുള്ളവരെക്കാൾ പല വിധത്തിലും മെച്ചപ്പെട്ടവനാണെന്ന ഭാവമുള്ളതിനാൽ ആത്മപ്രശംസയിലുള്ള താല്പര്യം പ്രകടമായി ഇത്തരക്കാരിൽ കാണും. മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാൻ അവർ വളരെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതും പറയുന്നതും അവരെ നിന്ദിക്കുന്നതും സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കുന്നതും കൂടാതെ കോപവും പിടിവാശിയും വ്യർത്ഥ അഭിമാനവും അഹങ്കാരിയുടെ അടയാളങ്ങളാണ്. അഹങ്കാരികളെപ്പറ്റി ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അഹങ്കരിക്കുന്നവനോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. വിനയമുള്ളവർ മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും. അനുസരിക്കുന്നതിന് അവർ സദാ സന്നദ്ധരായിരിക്കും. തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നന്മകളും നേട്ടങ്ങളും ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്താലും സ്നേഹത്താലും ലഭിക്കുന്നതാണെന്ന് ഉറച്ച ബോധ്യമുള്ളതിനാൽ വിനയമുള്ളവർ ഇവയ്ക്കെല്ലാം ദൈവത്തിന് നന്ദി പറയും. അടുത്തത് അസൂയ. മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും പ്രശസ്തിയിലും ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന അടിസ്ഥാനരഹിതമായ ദുഃഖമാണ് അസൂയ. സ്നേഹത്തിന് വിരുദ്ധമായ ഈ തിന്മ അഹങ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. തന്നെക്കാൾ ഉയർച്ച മറ്റുള്ളവർക്കുണ്ടാകുന്നത് അസൂയാലുവിന് അംഗീകരിക്കാനാവില്ല. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവം നൽകിയിട്ടുള്ള നന്മകളിലും സംതൃപ്തരായിരിക്കുന്നത് അസൂയ ഒഴിവാക്കാനായിട്ട് ഉപകരിക്കും. കൂടാതെ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാധ്യമായ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. എല്ലാറ്റിലും ഉപരി സ്വാർത്ഥ സ്നേഹവും ഇടങ്ങിയ ചിന്താഗതിയും ഉപേക്ഷിക്കണം. ആർക്ക് നന്മയുണ്ടായാലും അതിൽ സന്തോഷിക്കാനുള്ള വിശാല മനസ്ഥിതി വളർത്തിയെടുക്കണം. എല്ലാ മനുഷ്യരും ദൈവപിതാവിൻ്റെ മക്കളാണെന്നും പരസ്പരം സഹോദരരാണെന്നും അതിനാൽ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് തൻ്റെ കടമയാണെന്നും ബോധ്യപ്പെടുന്നത് വഴിയാണ് ഇത് സാധിക്കുക. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ ആത്മാർത്ഥമായി പ്രശംസിക്കുക, അവയെ പ്രതി ദൈവത്തിന് നന്ദി പറയുക, തനിക്കുള്ളതിൻ്റെ ഓഹരി സ്നേഹത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇവയെല്ലാം അസൂയ ഉന്മൂലനം ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ അഹങ്കാരവും അസൂയയും ഉപേക്ഷിച്ച് വിനയവും എളിമയും മറ്റുള്ളവരോട് നിസ്വാർത്ഥമായ സ്നേഹവുമുള്ളവരായി നമുക്ക് തീരാം.